ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഡെക്കാത്തലോണിൻ്റെ വീഡിയോ ആണ്. ഡെക്കാത്തലോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇതൊരു സ്പോർട്സ് സ്റ്റോറാണ്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും. കയറി വരുമ്പോഴത്തേനും നമുക്ക് തന്നെ ഇങ്ങനെ ഒരു മസാജിങ് ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ കാണുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റുമാണ്. 799 രൂപ അതിൻ്റെ റേറ്റ്. പിന്നെ ഇങ്ങനെ പല പല ടൈപ്പുള്ള ബോട്ടിൽസ്, ഫ്ലാസ്കുകൾ, പിന്നീട് നമ്മളിങ്ങനെ ട്രക്കിങ്ങിനും അങ്ങനെയാണ് ക്യാമ്പയിനൊക്കെ നടത്തുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങൾ, ബാഗുകൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ചെയറുകൾ, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കാറിൽ പോലും കൊണ്ടുപോകാം, നമ്മുടെ ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഒരു ബാഗിനകത്ത് ഫോൾഡ് ചെയ്താൽ ഇരിക്കുക, ആ രീതിയിലുള്ള ചെയറുകളാണ് ഇത്. വളരെ കുഞ്ഞായിട്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. ആ ഈ കിടക്കുന്ന ബെഡ് പോലത്തെ ഇതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്ത് വളരെ ചെറിയ രീതിയിൽ ഈ സൈഡിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ആ ഒരു നിവർത്തി വെച്ചിരിക്കുന്ന ചെയറുകളാണ് കേട്ടോ. പിന്നെ പല ടൈപ്പ് ജാക്കറ്റുകൾ, അങ്ങനെ എല്ലാം. ഇപ്പം ഞാനൊരു വിൻ്റർ ടൈം ആയപ്പോഴാണ് ഞങ്ങളിവിടെ പോയത്. ഞങ്ങൾ ആസാമിൽ താമസിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കിലോമീറ്റർ തികച്ചില്ല ഈ ഡെക്കാത്തലോണിലോട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോകാനുള്ളൊരു ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു വിൻ്റർ ടൈമിൽ പോയതുകൊണ്ട് തന്നെ മുഴുവനും ആ വിൻ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ. ഡ്രസ്സുകളെല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. പിന്നെ ഒരുപാട് ടൈപ്പ് ബാഗുകളുണ്ട് കേട്ടോ. 149 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരുപാട് കുഞ്ഞു പല മോഡൽ ബാഗുകളുണ്ട്. ഗുവാഹട്ടിയിൽ ഡെക്കാത്തലോൺ ഉള്ളത് റാണി ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് എയർപോർട്ട് റോഡിലോട്ട് പോകുന്ന വഴിക്കാണ് ഇതുള്ളത്. എയർപോർട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം VIP കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനാണ് റാണി ഗേറ്റ്. അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ഡെക്കാത്തലോൺ ഉള്ളത്. പല ടൈപ്പ് നോർമൽ ഷൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാക്കിങ്ങിന് ഉപയോഗിക്കുന്നത്, പിന്നെ നോർമലായിട്ടുള്ള ചെരുപ്പുകളില്ലേ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ ഇതെല്ലാം ഗ്യാരണ്ടി ഉള്ളതാണ് കേട്ടോ. 2 വർഷത്തേതുണ്ട്, 1 വർഷത്തേതുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് തരം യോഗ മാറ്റുകളുണ്ട്. യോഗ മാറ്റിനൊക്കെ നമുക്ക് വാറണ്ടിയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. നമുക്കതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് വാറണ്ടി ഉള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി നമുക്കതവിടെ ഒന്നെങ്കിൽ അവർ നമുക്ക് മാറ്റിത്തരും, അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്താൽ നമ്മുടെ പൈസ വരെ അവർ തിരിച്ചു തരും കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ലേഡീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ഒരു ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം തണുപ്പാവുമ്പം നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഇതെല്ലാം ലേഡീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ജെൻസിനും ലേഡീസിനും 2 സെക്ഷനായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. കുഞ്ഞുങ്ങൾക്കും ഈ പറയുന്ന എല്ലാം ഉണ്ട്. കുഞ്ഞു ബാഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വലിപ്പം കുറഞ്ഞിട്ടുള്ള ബാഗുകളുണ്ട്, ഡ്രസ്സുകളുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് ഷൂ ആയിക്കോട്ടെ എല്ലാം ഉണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സ്പോർട്സിൻ്റെ ഒരുപാട് ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള, എപ്പോൾ ഞങ്ങൾ വന്നാലും നല്ല തിരക്കായിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ ഒരു പോയ ടൈമിൽ കുറേ ലേറ്റ് ആയിട്ടാണ് പോയത്. രാത്രി സമയത്ത് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വലുതായിട്ട് ആൾക്കാരെ ഒന്നും കാണാത്തത് കേട്ടോ. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. നമുക്കിതെല്ലാം എടുത്ത് ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ കാലിൻ്റെ ആ ഒരു കറക്റ്റ് സൈസൊന്നും അറിയത്തില്ലെങ്കിൽ അതെല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ തന്നെ ഓരോ സാധനങ്ങളും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഫിഷിങ്ങിൻ്റെ ആണ് കേട്ടോ. പിന്നെ എല്ലാം ഓരോരോ രീതിയിൽ അവർ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫിഷിങ്ങിൻ്റെത്, ട്രക്കിങ്ങിൻ്റെത്, അങ്ങനെ എല്ലാം വേർതിരിച്ച് അവർ വെച്ചിരിക്കുന്നത്. അപ്പം ഫിഷിംഗ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും അവിടെ ഉണ്ട്. എനിക്കൊന്നും കിട്ടാത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോട്ടിൽസ് ഉണ്ട്, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന എനിക്കൊന്ന് 2-3 ടൈപ്പ് ഉണ്ട്. ഒരു 99 രൂപ തുടങ്ങുന്നത്. അതിനൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള ബോളുകൾ, മറ്റേ സ്കിപ്പിംഗ് റോപ്പ്, അങ്ങനെയുള്ള മിക്ക സാധനങ്ങളും 99 രൂപ ആയിരിക്കും ചില സമയത്ത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത്. ചിലപ്പോൾ ഇത് മാറി വരും കേട്ടോ. ഡെയിലി ആ ഒരു ഒറ്റ ഓഫർ തന്നെ ആവണമെന്നൊന്നുമില്ല. പിന്നെ ഡ്രസ്സിന് തന്നെ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കോ പല ഓഫറുകളായിരിക്കും. ഇപ്പോൾ പോകുന്ന ഒരു ഓഫർ ആയിരിക്കത്തില്ലല്ലോ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ മാറി വരും. ചിലതൊക്കെ ഡിസ്കൗണ്ടിൽ നമുക്ക് ഒരു സൈഡിൽ മുഴുവൻ ഡിസ്കൗണ്ടിൻ്റേതായിട്ടുള്ള കുറേ ഇട്ടിട്ടുണ്ടായിരിക്കും ഡ്രസ്സുകൾ. ചിലപ്പോൾ പകുതി വില, അങ്ങനെ പല ഇതിൽ ജിമ്മിൻ്റെ ആക്സസറീസും കാര്യങ്ങളും അതേപോലെ തന്നെ അതെല്ലാം ഒരു സെക്ഷനായിട്ട് അവർ ഓരോത്തിൻ്റെയും ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് ഇത് മൊത്തം വൈൽഡ് ഡിസ്കവറി, ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഈ ഒരു സെക്ഷൻ മുഴുവൻ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാഗുകൾ, ഡ്രസ്സായിക്കോട്ടെ, ബാഗായിക്കോട്ടെ, സകല കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സെക്ഷൻ മുഴുവൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് മുഴുവൻ ആ ഒരു സെക്ഷനിൽ തന്നെ കാണും. നമുക്കിപ്പോൾ ഒരുപാട് അടുത്ത് കിടന്ന് കറങ്ങി നോക്കണ്ട, അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഓരോ സെക്ഷനുകൾ എന്തുവാ അതുമായിട്ട്
അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഒരു സെക്ഷനിൽ തന്നെ നോക്കിയാൽ കിട്ടും. പിന്നെ അല്ലാതെയുള്ള കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ ഒരു വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പിന്നെ ഇവിടെ ചെന്നാൽ പർച്ചേസ് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഒരു ഡെക്കാത്തലോണിൽ പോകുന്നത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഇവിടാണ് പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒന്നും വാങ്ങിക്കാൻ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, വെറുതെ വരും, ഇതേ കണക്ക് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നീട് ഇവിടെ നമുക്ക് സൈക്കിള് ഇരിപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ചവിട്ടി നോക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സൈക്കിൾ ഇരിപ്പുണ്ട്, നമുക്ക് ചവിട്ടി നോക്കാം. പിന്നെ അങ്ങനെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വരും ചിലരൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നും വാങ്ങിക്കാതെ തന്നെ കുറേ പേര് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവരെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം സ്പോർട്സ് ബ്രായും കാര്യങ്ങളൊക്കെ, ലേഡീസിൻ്റെ ഫിറ്റ്നസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഒരുപാട് ഡ്രസ്സുകളായിക്കോട്ടെ, ഇതെല്ലാം യോഗ ടൈമിലിടുന്ന പാൻറ്റുകളൊക്കെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ് ഈ ഒരു സൈഡിലുള്ളത്. പിന്നെ ഇവരുടെ തന്നെ ഒരു ആപ്പുണ്ട്. അപ്പം ചിലപ്പം നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ആ ഒരു ടാഗിൽ കിടക്കുന്ന വില ആവണമെന്നില്ല അന്നത്തെ ആ ഒരു ദിവസം. അപ്പം നമുക്കത് കറക്റ്റ് വില എങ്ങനെയാണെന്ന് അറിയാം. നമുക്കിപ്പം അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മളിവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു ആപ്പുണ്ട്. ആ ഒരു ആപ്പിനകത്ത് ഒരു സ്കാൻ ചെയ്യുന്നൊരിതുണ്ട്. അത് നമ്മൾ ആ ഡ്രസ്സിൻ്റെ അകത്ത് ഒരു സ്കാൻ ചെയ്യുന്ന ഒരിതുണ്ട്. നമുക്ക് ആ ഒരു ഇതിലോട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അന്നേരത്തെ ആ ഒരു ഓഫർ റേറ്റ് എന്തുവാണെന്ന് നമുക്ക് ആ അന്നേരം കാണിക്കും അതിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഇതിൻ്റെയും നോക്കി, ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിടക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു സെക്ഷൻ കണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ അതേപോലെ തന്നെ എന്താ ഒരു 149 അല്ലെങ്കിൽ ഒരു 150 ആ ഒരു റേഞ്ചിന് ഉള്ള ടീഷർട്ട്സ്, അത് ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു മക്കൾക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ഷൂ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. ഡിസ്കൗണ്ടിൽ തന്നെ കിട്ടും കേട്ടോ പല കാര്യങ്ങളും. പിന്നെ ഇവർക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം. ഒരു സൈഡിൽ ഓൺലൈനിൽ ബുക്കിംഗ് ഉള്ളതൊക്കെ ഇവർ ഒരു സൈഡിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലവും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടർഫുണ്ട് കേട്ടോ. അവിടെ കുട്ടികൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്, കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ചില മാച്ചസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്കൂളിനെ ബേസ് ചെയ്തിട്ടൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ ടൈമിലാണ്. ഈ കിടക്കുന്ന ഷോർട്സുകളെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം ഒരുപാട് ലെങ്തുള്ള പാൻറ്റുകൾ മാത്രമല്ല, ലേഡീസിനാണെങ്കിലും ജെൻസിനായിട്ടും ഉള്ളത് ഷോർട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഷട്ടിൽ ബാറ്റുകൾ, അതിനൊക്കെ ക്രിക്കറ്റിൻ്റെ ഐറ്റങ്ങൾ, അതൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെയുള്ളൊരു സ്റ്റോർ ആകുമ്പോൾ അതൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഫുട്ബോളിലായിക്കോട്ടെ വോളിബോളിലായിക്കോട്ടെ എന്തോരം തരം ബോൾസ് ആണെന്നറിയാമോ ഉള്ളത്, പല ടൈപ്പ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ആ ഒരു ഫുട്ബോളിൻ്റെ സെക്ഷനാണെങ്കിൽ ബോൾ മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സുകൾ, ഷൂ, അതെല്ലാം ആ ഒരു സെക്ഷനിൽ തന്നെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. നമുക്കിതെല്ലാം ട്രയൽ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഷട്ടിൽ ബാറ്റ് ആയിക്കോട്ടെ, ക്യാരംസ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നമുക്കും അവിടെ വെച്ച് അതൊക്കെ കളിച്ചൊക്കെ നോക്കാം. അവിടെ ആരും ഒന്നും പറയത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതവിടെ വെച്ചിരിക്കുന്നത് തന്നെ. നമുക്കതെല്ലാം ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വാങ്ങിക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സൈക്കിള്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് അതിനകത്ത് തന്നെ ഇരിക്കുമ്പം അവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ബോൾ എടുത്ത് വെച്ച് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സെക്ഷനാണ് സൈക്കിള്. അപ്പം കുഞ്ഞു മക്കളൊക്കെ വരുമ്പോൾ അതെടുത്ത് വെച്ച് ചവിട്ടുകയും അതിന് വേണ്ടിയിട്ട് അവർ 2-3 സൈക്കിൾ മാറ്റി വെച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ചവിട്ടാനും വലിയവർക്ക് ചവിട്ടാനും എല്ലാം. 1976 മൈക്കൽ ലെക്ലർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്, ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഡെക്കാത്തലോൺ സ്ഥാപിക്കുന്നത്. അതിനുശേഷം 2009 ബാംഗ്ലൂരിലെ സർജാപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെക്കാത്തലോൺ വരുന്നത്. ഇന്ത്യയിലെ നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്പോർട്സിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പ് കൂടിയാണിത്. ഞാൻ ഇവിടെ ആസാമിലുള്ള ആൾക്കാരിൽ കണ്ടത് വെച്ച് ഞാൻ നോക്കുമ്പോൾ കൂടുതൽ അവർ ഫിറ്റ്നസ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. കാര്യം ഇവിടെ പുറത്ത് അപ്പുറം ഇപ്പുറം എല്ലാം കുറേ ജിമ്മുകളാണ്. ജിമ്മുകളിലെല്ലാം നല്ല തിരക്കുകളാണ്. അതായത് അല്ലെങ്കിൽ ഒരെണ്ണം ഇവിടെ കണ്ടിട്ട് 1 കിലോമീറ്റർ അപ്പുറവുമല്ല, അടുത്തടുത്ത് തന്നെ കുറേ ജിമ്മുകളുണ്ട്. എന്നാൽ അവിടെ എല്ലാം നല്ല തിരക്കുകളുമാണ്. ഈ നാട്ടിൽ പോലും അത്ര കൂടുതലായിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആ ഒരു കാര്യത്തിന് എല്ലാവരും നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ നല്ല തിരക്കും. ഇവിടെ നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തിരക്ക് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നല്ല തിരക്കില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ ഞാനിവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ നിറയെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ഒരു വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല. കാര്യം പല ആൾക്കാരുടെ ഫേസ് അതിൽ പെടുമല്ലോ എന്ന് കരുതിയിട്ട് മടിച്ച് നിൽക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ആരുമില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് തന്നെ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വളരെ എളുപ്പമായിട്ടോ വരാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 1 കിലോമീറ്റർ പോലും ഇല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഇവിടെ ഇതിനകത്ത് ഒരുപാട് കൂളിംഗ് ഗ്ലാസ്സുകളായിക്കോട്ടെ, നമ്മുടെ സ്വിമ്മിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടുള്ളത്, പിന്നെ ഒരുപാട് തരം ജ്യൂസുകൾ,
അതൊക്കെ എനർജി ഡ്രിങ്കോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്, എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്. കാര്യം അത്രയ്ക്ക് അവർക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് വെച്ച് കളിക്കാനായിക്കോട്ടെ, അവർക്ക് ഫുള്ള് ഓടി നടക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഓരോ ഇപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി നടക്കാനുള്ളൊരു സ്പേസ് തന്നെ അത് അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. ഇത് ഓരോന്നോരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ കളിക്കുക. പ്രായം കുറഞ്ഞ ആൾക്കാർ മാത്രമല്ല കേട്ടോ, ഞാനിവിടെ പ്രായം ഉള്ള എന്താ പറയുക, ചില അമ്മൂമ്മമാരെ വരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അവർ അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ സാരി ഉടുത്തിട്ട് അവർ വന്നിട്ട് ഇവിടെ ട്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ കയറുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിലൊക്കെ കയറാനൊക്കെ പറ്റും. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും അത്യാവശ്യം ഫിറ്റ്നസ്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നതിനെക്കാട്ടി ഒരുപാടാണ് ഇതിനകം. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വീഡിയോ മൊത്തം കാണിക്കാനാണെങ്കിൽ എനിക്കൊന്ന് ഒരു 20 മിനിറ്റിൻ്റെ എങ്കിലും ഒരു വീഡിയോ വേണം. പക്ഷെ ഞാനത് ഒരുപാട് വെട്ടിക്കുറച്ച് ചെറുതാക്കി ഇത്രയുള്ളൊരു വീഡിയോ മാത്രമാക്കി എടുത്തത്. പിന്നെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേണ്ട ഇവിടെയാണ് വന്ന് ബില്ലടിപ്പിക്കേണ്ടുന്നത്. ഈ ഒരു ബോക്സ് പോലെ ഉള്ളിലോട്ട് കണ്ട നമ്മൾ ഇതിനകത്ത് സാധനങ്ങൾ ഇടുമ്പോൾ ആ ഒരു സ്ക്രീനിനകത്ത് നമുക്ക് ആ സാധനങ്ങൾ തെളിഞ്ഞ് വരും. അപ്പം നമുക്ക് എത്ര ഐറ്റം ഉണ്ടെന്നും ഏത് എമൗണ്ടിൻ്റെ ആണെന്നൊക്കെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെല്ലാം അതിൽ എന്താ പറയുക അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. എന്നിട്ട് നമുക്ക് കാർഡാണെങ്കിൽ കാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാം. ഇനി ഇവിടെ കയ്യിൽ പൈസ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒന്നെങ്കിൽ ഗൂഗിൾ പേ, അതായത് സ്കാൻ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ATM കാർഡ് കൊടുക്കാം, അങ്ങനെ പറ്റും. പിന്നെ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പം അവിടെ ഒരുപാട് ടെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ഡെമോ ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനകത്തൊക്കെ കയറിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ടെൻറ്റുകളെ പറ്റിയിട്ടും പല ടൈപ്പ് ടെൻറ്റുകളെ പറ്റിയിട്ടും ടെൻറ്റുകളുടെ ഓരോരോ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ അവർ ഇവിടെ അതിനുവേണ്ടി മാത്രം ഒരു ചെറിയൊരു ബോർഡ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതും ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം ഇതിനകത്തെല്ലാം കയറി കാണാനും നോക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല, അവരതിനൊന്നും പറയത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്